എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളാണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ തന്നെ രണ്ട് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ്. രാവിലെയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയുടെ 4ാമത്തെ വീഡിയോ കൂടിയാണിത്. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ റവ വെച്ചിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ ഡ്രൈഡ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നത് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് റവയിലേക്ക് ഡയറക്റ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഏത് ഈസ്റ്റ് ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഇളം ചൂട് മാത്രമേ കാണാവുള്ളൂ കേട്ടോ. ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഈസ്റ്റ് പൊങ്ങി കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊരു 5-10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം, ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 1.5 കപ്പ് റവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറുകിയ തേങ്ങയാണ്. നമ്മളിത് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ച് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ മാവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദ മാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒന്ന് പൊങ്ങാൻ വേണ്ടി വെച്ചിരുന്ന ഈസ്റ്റാണ്. ഈസ്റ്റ് ഇവിടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്തു എന്ന് കരുതിയിട്ട് അപ്പത്തിന് ഒരുപാട് മധുരമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ചേരുവകളെല്ലാം തന്നെ ഞാൻ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടുണ്ടാവരുത്, ചെറിയൊരു ചൂട് മാത്രമേ കാണാവുള്ളൂ. ആദ്യമേ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കൂടി പോകാനും പാടില്ല. ഇത് കുറച്ചൊന്ന് കട്ടിക്കിരിക്കേണ്ട ഒരു മാവാണ്. സാധാരണ നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ ആക്കി എടുക്കുന്ന പോലെ തന്നെ. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നമ്മളിത് പാനിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടത്തില്ല. പാനിൽ എങ്ങനെ അങ്ങ് ഒഴുകിപ്പോവും. 1/4 കപ്പ് ഈസ്റ്റിൻ്റെ ഒരു മിക്സും 1.25 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് നമുക്ക് റവയിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈസ്റ്റിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ മാവ് ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ മാവ് ഇതുപോലൊന്ന് കോരി ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മാവിന് ചെറിയൊരു പശവശപ്പ് പോലെയുണ്ട്. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഈ മാവെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലൊരു തവി വെച്ചിട്ട് നല്ല പോലെ ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മാവിൽ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു മാവിൻ്റെ ഒരു പശുപശപ്പൊക്കെ മാറിയിട്ട് കറക്റ്റ് നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ മാവാക്കുന്ന പോലെ തന്നെ ആ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പത്തിനുള്ള മാവിൻ്റെ കറക്റ്റ് പരുവ് ഇതാണ് കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഈ മാവ് നമുക്ക് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 20 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മാക്സിമം നമ്മൾ ഈ മാവ് ഒരു 30 മിനിറ്റ് നേരത്തേക്കൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഒരു കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. പാൻ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1 അല്ലെങ്കിൽ ഒരു 1.25 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് തവി കൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കുമിളുകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരുപാട് തീ കുറച്ചിടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു അപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നില്ല, നന്നായിട്ട് ഇതിലൊന്ന് വേവിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാനിൽ നിന്ന് ഇതങ്ങ് എടുത്തേക്കാം. റവ കൊണ്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമ്മൾ വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ചുട്ടിട്ടെടുക്കാം. അപ്പോൾ റവ കൊണ്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മളെല്ലാം തന്നെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ഇതുപോലെ മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ വെജിറ്റബിൾ കറിയോ ഏതായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ റവ കൊണ്ട് ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രണ്ടാമത്തെ ഈ ഒരു റെസിപ്പിക്കായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. ആദ്യത്തേതുപോലെ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാണ്. കൂടാതെ നമുക്ക് ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 2-3 എണ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ നമുക്കൊരു 2-3 എണ്ണം വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അപ്പം ആയതുകൊണ്ട് ഇതിനൊരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈര് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ തൈര് നമുക്ക് ഇതിനകത്തുനിന്ന് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അപ്പം ആയതുകൊണ്ട് ചെറിയൊരു പുള്ളി പോലെ ഉണ്ടായാലാണ് നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ചേരുവകളിൽ മുങ്ങിക്കിടക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മാവ് ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പത്തിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് അപ്പം കുറച്ചും കൂടി ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരു നുള്ളു സോഡാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ ഒരു ചെറിയ ജീരകം ഒന്നും ഒഴിവാക്കരുത് കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ മാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇതുപോലൊരു ചെറിയ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം കേട്ടോ. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ മാവ് നമ്മൾ ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് മാവ് ഞാൻ വെച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുട്ടിട്ടെടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഈ ഒരു അപ്പം നമുക്ക് 2 സൈഡ് നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടേണ്ടതാണ് കേട്ടോ. പാന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ അപ്പമായിട്ടാണ് ചുട്ടെടുക്കുന്നത്. വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 തവിയോളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാവുന്നതാണ്. മാവ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ തന്നെ വേവിച്ചിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിത് വേവിച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗമാണെങ്കിലും നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ ഈ മുകൾ വശത്ത് നമുക്കിതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് തൂത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ റവ കൊണ്ടുള്ള രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു അപ്പത്തിനും. കൂടെ ഇതുപോലെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയി. അപ്പോൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗീവ് അവേയുടെ 4ാമത്തെ വീഡിയോ ആണിത്. ക്യാപിറ്റൽ ലെറ്ററിൽ FCW എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.